പാലക്കാട് ഇപ്പോൾ UDF സ്ഥാനാർത്ഥി രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ റോഡ് ഷോ പുരോഗമിക്കുകയാണ്. വിക്ടോറിയ കോളേജ് മുതൽ കോട്ട മൈതാനം വരെയാണ് റോഡ് ഷോ. ഇതിലേറ്റവും പ്രധാനം സന്ദീപ് വാര്യരും ഈ റോഡ് ഷോയിൽ പങ്കെടുക്കുന്നു എന്നുള്ളതാണ്. പാലക്കാട് നിന്ന് ആൽവിൻ തോമസ് ആയിരുന്നു. ആൽവിൻ, റോഡ് ഷോ എങ്ങനെ പുരോഗമിക്കുന്നു? സന്ദീപിന്റെ സാന്നിധ്യം എടുത്തു പറയണം. എന്തെങ്കിലും ചലനങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ടോ സന്ദീപിന്റെ സാന്നിധ്യം? സേതുലക്ഷ്മി, റോഡ് ഷോ വിക്ടോറിയ കോളേജ് മുതൽ കോട്ട മൈതാനം വരെയാണ് ഈ റോഡ് ഷോ ഒരുക്കിയിരിക്കുന്നത്. UDYF-ന്റെ പ്രവർത്തകരാണ് ഈ റോഡ് ഷോയ്ക്ക് നേതൃത്വം നൽകുന്നത്. ഈ UDYF-ന്റെ പ്രവർത്തകർ അടക്കിയ ആൾക്കമുള്ള യുവജനങ്ങളുടെ ഒരു വലിയ പങ്കാളിത്തമാണ് അല്ലെങ്കിൽ യുവാക്കളായിട്ടുള്ള പ്രവർത്തകരുടെ ഒരു വലിയ പങ്കാളിത്തമാണ് ഈ റോഡ് ഷോയിലുള്ളത്. ഈ റോഡ് ഷോ ഇപ്പോൾ ഏതാണ്ട് പകുതി വഴി ആകുകയാണ്. ഇതിൽ ഏറ്റവും ശ്രദ്ധേയം സന്ദീപ് വാര്യർ തന്നെയാണ്. സന്ദീപ് വാര്യർ ഇന്ന് റോഡ് ഷോയിൽ രാഹുൽ മാങ്കൂട്ടത്തിനൊപ്പം സ്ഥാനാർത്ഥിക്കൊപ്പം ഓപ്പൺ ജീപ്പിൽ സഞ്ചരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയം. ഷാഫി പറമ്പിലാണ് MP ആണ് ഇതിന് നേതൃത്വമൊക്കെ നൽകിക്കൊണ്ടിരിക്കുന്നത്. UDYF-ന്റെ മറ്റ് നേതാക്കൾ കൂടിയായ PK ഫിറോസ് അടക്കമുള്ള നേതാക്കളും അതോടൊപ്പം തന്നെ ഹൈബിയുടെ അടക്കമുള്ള MP-മാരടക്കമുള്ള യുവജന നേതാക്കളൊക്കെയും തന്നെ ഈ റോഡ് ഷോയിൽ പങ്കെടുക്കുന്നുണ്ട്. വലിയ ആവേശമാക്കി മാറ്റാനുള്ള ഒരു പരിപാടി എന്ന നിലയിലാണ് UDYF ഈ പരിപാടി ആഹ്വാനം ചെയ്തത്. ഇന്ന് അല്പം മുമ്പാണ് കോട്ട മൈതാനത്ത് നിന്ന് പരിപാടി വിക്ടോറിയ കോളേജ് പരിസരത്ത് നിന്നും ഈ പരിപാടി ആരംഭിച്ചത്, റോഡ് ഷോ ആരംഭിച്ചത്. വലിയ പങ്കാളിത്തം കോൺഗ്രസ് പ്രവർത്തകരുടെയും അതോടൊപ്പം തന്നെ UDYF-ന്റെ പ്രവർത്തകരുടെയും മുന്നണിയിലെ വിവിധ പാർട്ടികളുടെ യുവജനങ്ങൾ പങ്കെടുക്കുന്നുണ്ടുള്ള ഒരു വലിയ പരിപാടി എന്ന നിലയിലാണ്, ഒരു റോഡ് ഷോ എന്ന നിലയിൽ തന്നെയാണ് ഈ റോഡ് ഷോ ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് സന്ദീപ് വാര്യർ കൂടി പാർട്ടിയിലേക്ക് എത്തിയതോടുകൂടി യുവജനങ്ങൾക്ക് അത് വലിയ ആവേശമായി എന്നുള്ള തരത്തിൽ UDYF-ന്റെ നേതാക്കൾ പറയുന്നുണ്ടായിരുന്നു. അവർ അതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് സന്ദീപ് വാര്യർ ഇപ്പോൾ ഈ തുറന്ന വാഹനത്തിലേക്ക് കൂടി കയറ്റുന്നത്. പ്രചാരണത്തിനായി, രാഹുലിന്റെ പ്രചാരണത്തിനായി ആദ്യമായി സന്ദീപ് വാര്യർ എത്തി എന്നുള്ളതും ഏറ്റവും ശ്രദ്ധേയം. രാവിലെ പാർട്ടിയിൽ അംഗത്വം എടുക്കുമെന്ന് അറിയിച്ചുകൊണ്ട് വാർത്താ സമ്മേളനത്തിൽ എത്തിയ സന്ദീപ് വാര്യർ ഇന്ന് വൈകുന്നേരം തന്നെ ഇപ്പോൾ ഈ പരിപാടിയിലേക്ക് എത്തിച്ചേരുന്നു. സന്ദീപ് വാര്യർ ഈ റോഡ് ഷോയിൽ പങ്കാളിയാകുന്നു എന്നുള്ളത് ശ്രദ്ധേയമാണ്. അത് യുവജനങ്ങൾക്കുള്ള ആളുകൾക്ക് അല്ലെങ്കിൽ യുവാക്കളായിട്ടുള്ള പ്രവർത്തകർക്ക് വലിയ ആവേശം വിതയ്ക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ കൂടുതൽ കോൺഗ്രസ് പ്രവർത്തകരും ഇതിൽ പങ്കാളിത്തം ഏറ്റവും ശ്രദ്ധേയമായി എടുത്തു പറയേണ്ടതുണ്ട്. കോൺഗ്രസിന്റെ വലിയ റോഡ് ഷോ എന്ന നിലയിൽ തന്നെയാണ് ഇതിപ്പോൾ പുരോഗമിക്കുന്ന നമുക്ക് കാഴ്ചയിൽ കാണാവുന്നത് പോലെ തന്നെ നൂറുകണക്കിന് പ്രവർത്തകർ ഈ റോഡ് ഷോയിൽ പങ്കാളികളാകുന്നുണ്ട്. കോട്ട മൈതാനത്തേക്കാണ് ഈ റോഡ് ഷോ നീങ്ങുന്നത്. ഇതിൽ അവിടെ വെച്ച് ഏതെങ്കിലും തരത്തിൽ സന്ദീപ് വാര്യരുടെ പ്രസംഗം ഉണ്ടാകുമോ എന്നുള്ളത് ശ്രദ്ധേയമാണ്. അതിലേക്ക് വരികയായിരുന്നു ആൽവിൻ. സന്ദീപ് വാര്യരുടെ ഒരു പ്രസംഗം പ്രതീക്ഷിക്കാമോ? അത് അത്തരമൊരു പ്രസംഗ പരിപാടി അവിടെ ഉണ്ടാകുമെന്നതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. അങ്ങനെയെങ്കിൽ പക്ഷേ സന്ദീപ് വാര്യർ എന്തെങ്കിലുമൊക്കെ പറയുമോ, ഏതെങ്കിലും തരത്തിലുള്ള രാഷ്ട്രീയ ചലനങ്ങൾ ഉണ്ടാക്കുന്ന തരത്തിലുള്ള കാര്യങ്ങൾ പറയുമോ എന്നുള്ളതാണ് ശ്രദ്ധിക്കേണ്ടത്. നമുക്ക് ഏറ്റവും ശ്രദ്ധേയം യുവജനങ്ങൾ സന്ദീപിനെ ഏറ്റെടുത്തു, അല്ലെങ്കിൽ പ്രവർത്തകർ സന്ദീപിനെ ഏറ്റെടുത്തു എന്നുള്ളതാണ് ഇപ്പോൾ ഈ കാഴ്ചയിൽ വ്യക്തമാകുന്നത്. ഈ റോഡ് ഷോയിലടക്കം യുവാക്കളായിട്ടുള്ള പ്രവർത്തകർ അദ്ദേഹത്തിനും കൈ നൽകി, അല്ലെങ്കിൽ കൈ കൊണ്ട് നൽകി സ്വീകരിച്ചുകൊണ്ടാണ് ഈ റോഡ് ഷോ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. വലിയ പങ്കാളിത്തം, യുവാക്കളുടെ പങ്കാളിത്തത്തോടൊപ്പം കോൺഗ്രസിന്റെയും UDF-ന്റെ മറ്റ് കക്ഷികളുടെയും പങ്കാളിത്തം ഇതിൽ ശ്രദ്ധേയമാണ്. വലിയ ശക്തി പ്രകടനം എന്ന നിലയിലാണ്. തെരഞ്ഞെടുപ്പിന് ഏതാനും ദിവസങ്ങൾ മാത്രമാണ് ഇനി ബാക്കിയുള്ളത്. ആ ദിവസങ്ങൾക്ക് മുമ്പായാണ് ഇത്തരമൊരു റോഡ് ഷോ സംഘടിപ്പിച്ചുകൊണ്ട് UDF പ്രവർത്തകർ ഇപ്പോൾ ഈ വിക്ടോറിയ കോളേജിൽ നിന്നും കോട്ട മൈതാനി വരെ നീങ്ങുന്നത്. ഈ കോട്ട മൈതാനി എത്തിയ ശേഷം ഒരു സമ്മേളനം എന്ന നിലയിലാണ് പരിപാടി പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ അവിടെ സന്ദീപ് വാര്യർ അടക്കമുള്ളവർ സംസാരിക്കും, മറ്റു നേതാക്കൾ സംസാരിക്കും. എന്താകും സന്ദീപ് വാര്യർ ഈ സമ്മേളനത്തിൽ എന്തെങ്കിലും കാര്യമായ വിവാദമായ എന്തെങ്കിലും തരത്തിലുള്ള കാര്യങ്ങൾ പറയുമോ എന്നുള്ളത് ഏറ്റവും ശ്രദ്ധേയമാണ്. അല്ലെങ്കിൽ ഒരുപക്ഷെ ഈ ഇലക്ഷന് ശേഷം മറ്റു കാര്യങ്ങൾ വെളിപ്പെടുത്തുവാനുള്ള നീക്കമാണ് ഇപ്പോൾ നടത്തുന്നത് എന്നുകൂടി നമുക്ക് അറിയാൻ കഴിയുന്നുണ്ട്. കാര്യം മാധ്യമങ്ങൾക്ക് കൂടുതൽ അഭിമുഖം നൽകേണ്ടതില്ല എന്ന തരത്തിലൊക്കെ ആദ്യമേ അദ്ദേഹത്തിന് നിർദ്ദേശം കൊടുത്തിട്ടുണ്ടായിരുന്നു കോൺഗ്രസ് നേതൃത്വം. പക്ഷേ അങ്ങനെയെങ്കിൽ കൂടുതൽ കാര്യങ്ങൾ വെളിപ്പെടുത്തുന്നതൊക്കെ ഒരുപക്ഷെ പൊതുവേദികളിൽ ഒക്കെ ആകാനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട്. BJP-യുമായി ഏറ്റവും അടുപ്പം പുലർത്തിയിരുന്ന ഒരു നേതാവാണ് സന്ദീപ് വാര്യർ. നമുക്കറിയാവുന്നതുപോലെ BJP പാളയത്തിൽ നിന്ന് വിട്ട് ഇന്ന് രാവിലെ കോൺഗ്രസ് പാളയത്തിലേക്ക് എത്തിച്ചേരുകയായിരുന്നു. കോൺഗ്രസിന്റെ ഒരു സർജിക്കൽ സ്ട്രൈക്ക് എന്ന നിലയിലാണ് ഇതിനെ അവർ വിശേഷിപ്പിച്ചത്. അത്തരമൊരു സർജിക്കൽ സ്ട്രൈക്ക് BJP പാളയത്തിൽ കൊടുത്തപ്പോൾ സന്ദീപ് വാര്യർ കോൺഗ്രസിന്റെ പാളയത്തിലേക്ക് എത്തിച്ചേർന്നു. അങ്ങനെ ഈ റോഡ് ഷോയുടെ ഭാഗമായി ഇപ്പോൾ സന്ദീപ് വാര്യർ ഈ പാർട്ടി പ്രവർത്തകർക്കൊപ്പം നീങ്ങുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. ഏറ്റവും ശ്രദ്ധേയമായ ഒരു കാഴ്ചയാണ് ഈ കാണുന്നത്. വലിയ നൂറുകണക്കിന് പ്രവർത്തകരായിട്ടുള്ള ആളുകൾ ഈ റോഡ് ഷോയിൽ പങ്കെടുക്കുന്നുണ്ട്. യുവാക്കളായിട്ടുള്ളവരുണ്ട്, സ്ത്രീകളായിട്ടുള്ള ആളുകളുണ്ട്. അങ്ങനെ നൂറുകണക്കിന്
പ്രവർത്തകരാണ് ഈ റോഡ് ഷോയിൽ പങ്കാളികളായി ഉള്ളത്. വിക്ടോറിയ കോളേജിൽ നിന്നും കോട്ട മൈതാനം വരെയാണ് ഈ റോഡ് ഷോ ഇപ്പോൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ശരി ആൽവിൻ, ഇനി സന്ദീപ് വാര്യർ എന്തെങ്കിലും പറയുമോ ഇല്ലയോ എന്നുള്ളതാണ് ആകാംക്ഷ. അങ്ങനെയെങ്കിൽ ആ സമയം അനുസരിച്ച് വീണ്ടും ഈ റോഡ് ഷോയുമായി ബന്ധപ്പെട്ടുള്ള വാർത്തയിലേക്ക് വരാം. ഇപ്പോൾ പാലക്കാട്ടെ UDF സ്ഥാനാർത്ഥി രാഹുൽ മാങ്കൂട്ടത്തലിന്റെ റോഡ് ഷോ, അതുമായി ബന്ധപ്പെട്ടുള്ള തത്സമയ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടത്. ഇതിലേറ്റവും ശ്രദ്ധേയം സന്ദീപ് വാര്യർ ഇന്ന് മുന്നണി മാറി BJPയിൽ നിന്ന് UDFിലേക്ക് എത്തിയ സന്ദീപ് വാര്യറും ഈ റോഡ് ഷോയിൽ രാഹുലിനൊപ്പം തുറന്ന ജീപ്പിൽ സഞ്ചരിക്കുന്നു എന്നുള്ളതാണ്. ആൽവിൻ തോമസാണ് വിവരങ്ങൾ നൽകിയത്.